Exercise 8.1 second question. In the figure, find tan P minus cot R. Tan P യിൽ നിന്നും cot R മൈനസ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയാൽ അവിടെയുള്ള രണ്ട് സൈഡ്സേ നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോ കൺസിഡറിംഗ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പി ക്യു ആർ, ക്യു ആർ എന്ന സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. ക്യു ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് ബേസ് ആയി കൺസിഡർ ചെയ്താൽ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, ബേസിക് പൈതഗോറസ് തിയറം. അപ്പൊ നമുക്ക് എഴുതി വെക്കാം പി ആറിന്റെ സ്ക്വയർ മൈനസ് പി ക്യൂവിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 12ന്റെ സ്ക്വയർ which is equal to root 169 minus 144, that is root 25, which is equal to 5. That means QR ന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. ടാൻ പി യിൽ നിന്നും കോട്ട് ആർ മൈനസ് ചെയ്യണമെങ്കിൽ ടാൻ പിയുടെയും കോട്ട് ആറിന്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് ടാൻ പി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. പി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും, പി എന്ന ആംഗിൾ ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരുന്ന സൈഡ് ക്യു ആർ ആണ്. അതിന്റെ അഡ്ജസന്റ് സൈഡ് പി എന്ന ആംഗിളിനോട് ചേർന്നുള്ള പി ക്യു എന്ന സൈഡ് ഡിവൈഡഡ് ബൈ പി ക്യു ഈസ് ഈക്വൽ ടു, ക്യു ആറിന്റെ ലെങ്ത് 5 ആണ്, ഡിവൈഡഡ് ബൈ പി ക്യു ഈസ് 12. അപ്പോ ടാൻ പി നമ്മൾ കണ്ടുപിടിച്ചു, വിച്ച് ഈസ് 5/12. അടുത്ത സ്റ്റെപ്പില് കോട്ട് ആർ കണ്ടുപിടിക്കാം. കോട്ട് ആർ ഈസ് ഈക്വൽ ടു, കോട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഒരു ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ആണ് കോട്ട്. അങ്ങനെയാണെങ്കിൽ ആർ എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് വിച്ച് ഈസ് ക്യു ആർ ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ആർ എന്ന് പറയുന്നത് പി ക്യു ആണ്, ഈസ് ഈക്വൽ ടു ക്യു ആറിന്റെ ലെങ്ത് 5 ഡിവൈഡഡ് ബൈ പി ക്യു ഈസ് 12. അപ്പോ കോട്ട് ആറിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫൈനലി ടാൻ പി മൈനസ് കോട്ട് ആറിലേക്ക് പോകാം. ടാൻ പി മൈനസ് കോട്ട് ആർ ഈസ് ഈക്വൽ ടു, ടാൻ പിയുടെ വാല്യൂ 5/12 ആണ്, 5 ഡിവൈഡഡ് ബൈ 12 മൈനസ് 5/12 ആണ്. അപ്പോ 5/12. ഫൈനലി ആൻസർ വിൽ ബി 0. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ എ ഈസ് ഈക്വൽ ടു 3/4 കാൽക്കുലേറ്റ് കോസ് എ ആൻഡ് ടാൻ എ. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ എ എന്ന ആംഗിളിന്റെ സൈൻ വാല്യൂ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്നും കോസ് എയും ടാൻ എയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊരു റൈറ്റ് ട്രയാംഗിൾ വരച്ചു നോക്കാം. എ എന്ന ആംഗിൾ ഇത് ബി, ഇത് നമുക്ക് സി എന്ന് എഴുതാം. അപ്പൊ ഈ എ എന്ന ആംഗിളിനെ ബേസ് ചെയ്താണ് ഇവിടെയുള്ള സൈൻ എ എന്ന വാല്യൂ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന ആംഗിളിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം സൈൻ എ ഈസ് ഈക്വൽ ടു 3/4 വിച്ച് ഈസ് ഈക്വൽ ടു, സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്, ആൻഡ് ഹൈപ്പോട്ടനസ് ഈസ് എ സി. ദാറ്റ് മീൻസ് ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് 3 ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇത് 3 ആൻഡ് എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് ഈസ് 4. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂ യൂസ് ചെയ്ത് എ ബി എന്ന സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോ എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സിയുടെ സ്ക്വയർ മൈനസ് ബി സിയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി വിച്ച് ഈസ് 4ന്റെ സ്ക്വയർ മൈനസ് ബി സി ഈസ് 3 is equal to root of 16 minus 9 which is equal to root 7. അപ്പോ എ ബിയുടെ ലെങ്ത് നമുക്ക് കിട്ടി റൂട്ട് 7. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത് എഴുതാം റൂട്ട് 7. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് കോസ് എ ആൻഡ് ടാൻ എ എന്നാണ്. അപ്പൊ നമുക്ക് കോസ് എ എഴുതാം. കോസ് എ ഈസ് ഈക്വൽ ടു, എ എന്ന ആംഗിളിന്റെ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, is equal to adjacent side is root 7 divided by hypotenuse is 4. അങ്ങനെ cos a root 7/4 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ tan a കണ്ടുപിടിക്കാം. tan a is equal to, tan എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent സൈഡ് ആണ്.
അതിനെ നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിനെ ബി സി ബൈ എ ബി എന്ന് എഴുതാം. ഇവിടെ വേണമെങ്കിലും അതുപോലെ തന്നെ എഴുതാം. അഡ്ജസന്റ് സൈഡിനെ എ ബി ബൈ ഹൈപ്പട്ടന്യൂസിനെ എ സി എന്ന് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിലും ഉത്തരം എഴുതാം. അപ്പൊ ഇത്രയും ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളിൽ വിശാലമായിട്ട് എഴുതുന്നത് നല്ലത് തന്നെയാണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ് ഈക്വൽ ടു √7. അങ്ങനെ 2 ക്വസ്റ്റ്യന്റെയും ആൻസർ എഴുതിയിരിക്കുന്നു. ഫൈൻഡ് സൈൻ എ ആൻഡ് സീക്ക് എ. മറ്റ് 2 ട്രിഗണോമെട്രിക് റേഷ്യോസ് കൂടി ഇവിടെ കണ്ടുപിടിക്കണം. 15 cot A is equal to 8 എന്ന ഒരു റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു റിലേഷനെ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. 15 cot A is equal to 8. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് cot A is equal to 8 into 15 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 15 ആയി മാറും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ആൻ അക്യൂട്ട് ആംഗിൾ എ. അപ്പോ ഇത് റൈറ്റ് ആംഗിൾ ആണ്. ഇത് ബി എന്ന് കൺസിഡർ ചെയ്യാം. ഇത് സി. ഇവിടെ എ എന്ന ആംഗിളിന്റെ കോട്ടിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോ എ എന്ന ആംഗിളിന്റെ കോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സൈഡ്സിനെ നമുക്ക് കോട്ട് എന്ന റേഷ്യോ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് വിച്ച് ഈസ് എ ബി divided by opposite side is BC. That means AB യുടെ ലെങ്ത് 8 and BC യുടെ ലെങ്ത് is 15. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ AC ഹൈപ്പോട്ടന്യൂസ് AC യുടെ ലെങ്ത് കണ്ടുപിടിക്കാം. which is equal to root of AB യുടെ സ്ക്വയർ പ്ലസ് BC യുടെ സ്ക്വയർ is equal to root of 8 ന്റെ സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ which is equal to root of 64 plus 225 is equal to root 289 is equal to 17. That means AC hypotenuse of the triangle is 17. ഇനി നമുക്ക് സൈൻ എ കണ്ടുപിടിക്കാം. സൈൻ എ എന്ന് പറയുന്നത് എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് ബി സി ബൈ എ സി is equal to 15 by 17. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എഴുതാം. ബി സി എന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുന്ന അത്രയും കുറച്ച് ക്വസ്റ്റ്യനിലെങ്കിലും ഈ ഫുള്ള് കാര്യങ്ങൾ എഴുതുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഇത് ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്നും ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നും സൈൻ എങ്ങനെ എഴുതാമെന്നും സൈൻ എന്ന് പറയുന്നത് ഏതൊക്കെ സൈഡിന്റെ റേഷ്യോ ആണെന്നും കോസ് ഏതൊക്കെ സൈഡിന്റെ റേഷ്യോ ആണെന്നും ക്ലിയർ ആയി മനസ്സിലാകുന്നത് വരെ ഈ ഫുൾ സ്റ്റെപ്പുകൾ എഴുതുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് സീക്ക് എ. എ എന്ന ആംഗിളിന്റെ സീക്ക് എന്ന് വെച്ചാൽ എ എന്ന ആംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിനെ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് എ സി ആണ് ബൈ അഡ്ജസന്റ് സൈഡ് ഈസ് എ ബി is equal to AC യുടെ ലെങ്ത് 17 divided by AB യുടെ ലെങ്ത് is 8. അങ്ങനെ 2 ക്വസ്റ്റ്യന്റെയും ആൻസർ നമ്മൾ എഴുതി. 5th ക്വസ്റ്റ്യൻ given sec theta. sec theta ഈ തീറ്റ എന്നത് ആൽജിബ്രയില് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസിനെ നമ്മള് എ തൊട്ട് ഇസഡ് വരെയുള്ള സ്മാൾ ലെറ്ററുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വേരിയബിൾസ് യൂസ് ചെയ്താണ് അസ്യൂം ചെയ്യാറ്. എന്നാൽ ആംഗിളിന്റെ കേസില് നമുക്ക് പർട്ടിക്കുലർ ഒരു ആംഗിളിന്റെ മെഷർമെന്റ് തരുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ആംഗിളിനെ സൂചിപ്പിക്കുന്നതിനുള്ള ഗ്രീക്ക് ആൽഫബറ്റ് ആണ് ഈ തീറ്റ എന്ന് പറയുന്നത്. അപ്പോ വേരിയബിളിന്റെ കേസിൽ ആൽജിബ്രയുടെ കേസിൽ നമ്മൾ എ തൊട്ട് ഇസഡ് വരെയുള്ള എക്സ് വൈ പി എം ഇങ്ങനെയുള്ള ലെറ്ററുകൾ ഉപയോഗിക്കുന്നതിന് പകരം ആംഗിളിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യാറ്. കാൽക്കുലേറ്റ് ആൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പോ സീക്ക് മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബാക്കിയുള്ള റേഷ്യോസ് എല്ലാം കണ്ടുപിടിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളൊരു ഫിഗർ വരയ്ക്കുന്നു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി എന്ന് നമ്മൾ അതിന് പേര് കൊടുക്കുന്നുവെങ്കിൽ ഇവിടെ സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 13/12 എന്നാണ് തന്നിരിക്കുന്നത്. ഈ എ എന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എ എന്ന ആംഗിളിന്റെ മെഷർമെന്റ് തീറ്റയായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ എ എന്ന ആംഗിളിന്റെ സീക്ക് ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന ആംഗിളിന്റെ സീക്ക് എന്ന് പറയുമ്പോൾ ആ റേഷ്യോ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. which is equal to hypotenuse of the triangle is AC by adjacent side is AB. That means AC യുടെ ലെങ്ത് ആണ് 13, AB യുടെ ലെങ്ത് ആണ് 12. അങ്ങനെയാണെങ്കിൽ BC എന്ന സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നു by using Pythagoras theorem. BC is equal to root of AC യുടെ സ്ക്വയർ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ മൈനസ് AB യുടെ സ്ക്വയർ is equal to root of
13 square minus 12 square, which is equal to root of 169 minus 144 is equal to root 25. Then BC is equal to 5. അപ്പൊ ഇവിടെ നമുക്ക് 5 എന്ന് എഴുതി വെക്കാം. BC യുടെ ലെങ്ത് 5 ആണ്. എല്ലാ സൈഡിന്റെയും ലെങ്ത് ആയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് റേഷ്യോ നമുക്ക് എഴുതാം സൈൻ എ എന്നല്ല ഇവിടെ നമ്മൾ എഴുതുന്നത് സൈൻ തീറ്റ എന്നാണ്. ബിക്കോസ് ആംഗിൾ നമുക്ക് തീറ്റ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണ്. ദാറ്റ് ഈസ് BC by AC, which is equal to 5 divided by 13. Next ratio is cos theta is equal to theta എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡും ഹൈപ്പട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോ ദാറ്റ് ഈസ് AB by AC, which is equal to 12 by 13. നെക്സ്റ്റ് റേഷ്യോ tan theta ആണ്. tan theta is equal to ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ BC by AB, which is equal to 5 by 12. അടുത്ത റേഷ്യോ ഇതാണ് കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു ഈ ആംഗിളിന്റെ ആദ്യം എഴുതിയ റേഷ്യോ സൈൻ തീറ്റ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആയിരുന്നുവെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ഹൈപ്പട്ടന്യൂസ് അതായത് AC ബൈ ഓപ്പോസിറ്റ് സൈഡ് BC എന്നായി മാറും. ഈസ് ഈക്വൽ ടു നമുക്ക് ആ റേഷ്യോ എഴുതാം 13 by 5. ഇതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആണ്. അടുത്തത് സീക് തീറ്റ ആണ്. സീക് തീറ്റ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 13 by 12. എങ്കിൽ കൂടി അതുകൂടി നമുക്കൊന്ന് എഴുതാം. സീക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ അതായത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസിന്റെ റെസിപ്രോക്കൽ ഹൈപ്പട്ടന്യൂസ് AC ബൈ അഡ്ജസന്റ് സൈഡ് AB, which is equal to 13 by 12. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്തത് കോട്ട് തീറ്റ ആണ്. കോട്ട് തീറ്റ is equal to ടാനിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ. ടാനിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയിരുന്നുവെങ്കിൽ കോട്ട് തീറ്റയില് അഡ്ജസന്റ് സൈഡ് AB ബൈ ഓപ്പോസിറ്റ് സൈഡ് BC, which is equal to 12 divided by 5. അപ്പോ 6 റേഷ്യോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അതാണ് റൈറ്റ് ആൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ്. Sixth question, if angle A and angle B are acute angles such that cos A is equal to cos B, then show that angle A is equal to angle B. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് cos A is equal to cos B എന്നാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ തന്നെ രണ്ട് ആംഗിൾസ് ആണ്. രണ്ടും അക്യൂട്ട് ആംഗിൾസ്. ദാറ്റ് മീൻസ് ഇത് A ആണെങ്കിൽ ഇത് B. C എന്ന ആംഗിൾ ആണ് ഇവിടെ റൈറ്റ് ആംഗിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിന്റെയും കോസ് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ ആംഗിൾ എയുടെ കോസ് എഴുതുകയാണെങ്കിൽ cos A is equal to A എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡും ഹൈപ്പട്ടന്യൂസും കൂടെ ചേർന്നുള്ള റേഷ്യോ AC by AB. AC by AB. B എന്ന ആംഗിളിന്റെ കോസ് എഴുതാം. അതായത് cos B is equal to B എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡും ഹൈപ്പട്ടന്യൂസും ദാറ്റ് ഈസ് BC by AB. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോസ് എയും കോസ് ബിയും ഈക്വൽ ആണെന്നാണ്. അപ്പോ കോസ് എയും കോസ് ബിയും ഈക്വൽ ആണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം AC by AB is equal to BC by AB. ഇവിടെ AC by AB is equal to BC by AB ആണെങ്കിൽ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററും സെയിം ആയിരിക്കും. കാരണം ഈ രണ്ട് റേഷ്യോസും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം therefore AC is equal to BC. അതായത് ഈ ട്രയാംഗിളിലെ AC എന്ന സൈഡിന്റെ ലെങ്തും BC എന്ന സൈഡിന്റെ ലെങ്തും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം therefore triangle ABC is an isosceles right triangle. ഇതൊരു ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അല്ലെങ്കിൽ തന്നെയും ഐസോസെലസ് ട്രയാംഗിൾ ആണെങ്കിൽ അതിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം therefore angle A is equal to angle B. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി ക്ലാസ്സുകൾ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സുകളും റെഗുലറായി കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.